ഒരാളെയും പ്രയാസപ്പെടുത്തിയിട്ടില്ലാത്ത, ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും നൽകിയിട്ടില്ലാത്ത ആ കാരുണ്യത്തിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും റബ്ബ് പറഞ്ഞത് ലഇൻ അശ്റകത ലയഹ്ബതുന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ, നിനക്കും നിന്റെ മുമ്പുള്ളവർക്കും ഉത്ബോധനം നൽകപ്പെട്ടിട്ടുള്ള കാര്യം ഇതാണ്. ഏതാണ് ആ കാര്യം? ലഇൻ അശ്റകത, താങ്കൾ എങ്ങാനും എന്നിൽ പങ്കു ചേർത്താൽ നബിയേ, ലയഹ്ബതുന്ന അമലുക, താങ്കളുടെ പ്രവർത്തനങ്ങളെല്ലാം പൊളിഞ്ഞു പോകും നബിയേ. താങ്കൾ എത്ര നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും താങ്കളുടെ പ്രവർത്തനങ്ങളെല്ലാം ഇല്ലാതെയായി പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നബിയേ, താങ്കൾ ഏറ്റവും വലിയ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്നാണ് ഇത് പറഞ്ഞത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണെങ്കിലും മുഅ്മിനുകളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതിന്റെ ഗൗരവത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഭയപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും വലിയ അക്രമം ഏതാണ് മുഅ്മിനുകളെ? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ നുകരുന്നു. പടച്ച റബ്ബ് നൽകിയ വായു ശ്വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ A to Z വരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. പടച്ച റബ്ബിന് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ പ്രവർത്തിക്കുന്നു. ആ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം മറ്റുള്ളവരിലേക്ക് പ്രാർത്ഥനകൾ വഴിമാറുന്നു. പച്ച ശിർക്ക് ചെയ്യുന്ന ആളുകൾ, അതാണ് ഏറ്റവും വലിയ അക്രമം. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലേ വിശ്വാസികളെ, തൗഹീദിൽ അടിയുറച്ചു കൊണ്ടുള്ള ജീവിതം. എത്ര വലിയ പരീക്ഷണങ്ങൾ വന്നാലും, എത്ര വലിയ ബുദ്ധിമുട്ടുകൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും ഒരിക്കലും ഞാൻ എന്റെ റബ്ബിൽ പങ്കു ചേർക്കില്ല എന്നുള്ള ഒരു പ്രതിജ്ഞയെടുക്കുവാൻ കഴിയണം. വിശ്വാസികളെ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാൻ എന്നുള്ള ഒരു അധ്യായമുണ്ട്. ഒരു പിതാവാണ്. ആ പിതാവ് തന്റെ മകന് കൊടുക്കുന്ന ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒരുപാട് ഉപദേശങ്ങൾ. അതിലെ ഏറ്റവും അൾട്ടിമേറ്റായി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഉപദേശം ആ മകനെ വിളിച്ചുകൊണ്ട് പറയാണ്, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, എന്റെ പൊന്നുമോനെ, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഒരു പിതാവ് തന്റെ മകനെ വിളിക്കുന്ന രൂപം നോക്കൂ മുഅ്മിനുകളെ. ഒന്നാമതായി പഠിപ്പിക്കുന്നത് ലാ തുശ്രിക് ബില്ലാഹ്, മോനെ, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അളീം, തീർച്ചയായും ആ ശിർക്ക് എന്നുള്ളത് ഏറ്റവും വലിയ അക്രമമാകുന്നു. അക്രമങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്ന അക്രമം മുഅ്മിനുകളെ ഇതാണ്. ഇത് ജീവിതത്തിൽ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ അമലുകളെല്ലാം ബാത്തിലാണ്. നിങ്ങൾ നോക്കൂ, ശിർക്ക് ചെയ്ത മനുഷ്യര് അവര് മരണപ്പെട്ടു പോയി നാളെ റബ്ബിന്റെ മുമ്പിൽ കണ്ടുമുട്ടുന്ന രംഗങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു മനുഷ്യൻ ശിർക്ക് ചെയ്തു, അവൻ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു രംഗമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഹാജരാക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞിരിക്കുകയാണ്. ആ സന്ദർഭങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, ലൗ അന്ന ലക മാ ഫിൽ അർളി മിൻ ഷൈഇൻ കുൻത തഫ്തദീ ബിഹി, ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും നിനക്കുണ്ടായാൽ മനുഷ്യ, അത് പ്രായശ്ചിത്തമായി തരാൻ നീ തയ്യാറുണ്ടോ? ഭൂമിയിൽ നിനക്കുള്ള എല്ലാ വസ്തുക്കളും നീ ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തമായി തരാൻ ഈ ഒരു സന്ദർഭത്തിൽ നീ തയ്യാറുണ്ടോ? ഏതാ സന്ദർഭം? നരകത്തിലേക്ക് എടുത്തിട നിൽക്കുന്ന സമയമാണ്. ആ അവസ്ഥകളിലൂടെ ആ മനുഷ്യൻ പറയുന്നു, നഅം, അല്ലാഹുവേ, ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോ കാരുണ്യത്തിന്റെ റഹ്മത്തിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, ഫഖദ് സഅൽതുക മാ ഹുവ അഹ്വനു മിൻ ഹാദാ
ഔ അൻത ഫീ സുൽബി ആദം. ആ സന്ദർഭങ്ങളിലൂടെ റബ്ബ് ആ ശിർക്ക് ചെയ്ത മനുഷ്യനോട് പറയുകയാണ്, ആദമിന്റെ മുതുകിലായിരുന്നപ്പോൾ, മനുഷ്യ നീ ആദമിന്റെ മുതുകിലായിരുന്നപ്പോൾ ഇതിനേക്കാൾ ഏറ്റവും വലിയ ഒരു നിസ്സാരമായ കാര്യമാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. ആലോചിക്കണം, നീ ആദമിന്റെ മുതുകിലായിരുന്നപ്പോ ഇതിനേക്കാൾ ഏറ്റവും നിസ്സാരമായ ഒരു കാര്യമാണ് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത്. ഏതാണ് ആ കാര്യം? അല്ലാ തുശ്രിക ബീ, നീ എന്നിൽ പങ്കു ചേർക്കരുത് എന്നാണ്. ഫഅബൈത ഇല്ല ശിർക, എന്നാൽ നീ എന്നെ വിസമ്മതിച്ചു, നീ ശിർക്ക് ചെയ്തവനാണ്, അതുകൊണ്ട് നീ വിസമ്മതിച്ച എന്ന നിലക്ക് നിനക്കുള്ള സ്ഥാനം ഇത് നരകമാണ് എന്നാണ്. മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് നൽകിയ എത്ര വലിയ നിഅമത്തുകളും ഉണ്ടെങ്കിലും അത് തിരിച്ചറിയണം. നമ്മള് അത് വലിയ സമ്പത്ത് എന്നൊന്നുമല്ല, എത്ര ചെറിയ നിസ്സാരാണെങ്കിലും തിരിച്ചറിഞ്ഞ് അള്ളാഹുവിങ്കിലേക്ക് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ്. ഈ കാസർഗോഡ് ജില്ലയിൽ തന്നെ മുഅ്മിനുകളെ എത്രയെത്ര ജാറങ്ങളും മക്ബറകളുമാണ് വഴിക്ക് വഴി ഉണ്ടായി വരുന്നത്. നിങ്ങൾ ആലോചിച്ചോക്കാണ്. ഓരോ സമയത്തും ആളുകൾ എന്ത് ചെയ്യാണ്? ഓരോ പുതിയ ന്യായങ്ങളും വാദങ്ങളും പറയാണ്. എന്നിട്ട് ഓരോ പേരിടാണ്, ഉപ്പാപ്പ ദർഗ, ഉമ്മാമ ദർഗ. എന്നിട്ട് ആളുകൾ എന്ത് ചെയ്യാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കേണ്ടുന്ന ചോദ്യങ്ങൾ യാതൊരുവിധ പേടിയുമില്ലാതെ, യാതൊരുവിധ ഗൗരവത്തോടുകൂടി കാണാതെ നിസ്സാരമായി കൊണ്ട് അവിടെ പോയിട്ട് തേടുകയാണ്, തങ്ങളെ എന്റെ രോഗം മാറ്റിത്തരണേ, തങ്ങളെ എനിക്ക് മക്കളെ നൽകണേ എന്നുള്ള കാര്യങ്ങൾ റബ്ബിനോട് ചോദിക്കേണ്ടുന്ന ചോദ്യങ്ങൾ പച്ചയായി കൊണ്ട് ആ ഖബറിൽ കിടക്കുന്ന മഹാത്മാരോട് ചോദിക്കുകയാണ്. മുഅ്മിനുകളെ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് ഘട്ടത്തിലും പ്രാർത്ഥന അത് റബ്ബിനോട് മാത്രമായിരിക്കണം. റബ്ബിന്റെ ഉത്ബോധനത്തിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു പോയാൽ ഏറ്റവും വലിയ ശിർക്ക് ചെയ്യുന്ന അക്രമിയായിട്ടാണ് നമ്മൾ മാറുക എന്നുള്ളതാണ്. മാത്രമല്ല കേട്ടോ, അമലുകൾ പൊളിഞ്ഞു പോകും, പാപ്പരാകും.